ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്നും നിങ്ങൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയല്ലേ കാണുന്നത്. ഇന്ന് നമുക്ക് അമ്മമ്മേൻ്റെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ അമ്മമ്മേൻ്റെ കായലിൽ ഒഴിക്കാനുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ. ഇവിടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഞങ്ങൾ അടുപ്പിൽ തന്നെ ഉണ്ടാക്കുക. ചോറാണെങ്കിലും കറിയാണെങ്കിലും എല്ലാം. കാരണം അമ്മച്ചന് എല്ലാ അടുപ്പിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് വേണം. അതുകൊണ്ട് പിന്നെ ഞാനും അമ്മമ്മയും കൂടെ പോയി, അമ്മമ്മ ഒറ്റയ്ക്ക് തുണി വിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ട് തുണിയൊക്കെ വാങ്ങി വിരിച്ചു. ഇത് കഴിഞ്ഞ ദിവസം പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ എന്താ ആയതാണ്. അപ്പം അതിൽ ഞാൻ ഇന്നാണ് ഹായ് അമ്മമ്മ എല്ലാവർക്കും ഒരു ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ ഓർത്തത് പൊള്ളിയിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴ തേക്കാമല്ലോ എന്ന്. അപ്പം അതൊന്നും എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മമ്മ അവിടെ നട്ടുവെച്ച ചെടിയും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തരാം. ഇത് മാമൻ കൊണ്ടുവന്നതാ, ഇത് അമ്മച്ചൻ കൊണ്ടുവന്നതാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ ഉമ്മറത്തൊരു വീടുണ്ട്, അവരെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ തെച്ചീനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മാങ്ങ ഇട്ടിട്ട് ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങ പൊട്ടിക്കാൻ, നമ്മുടെ മുറ്റത്ത് തന്നെ മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മ എടുത്തു, ഇത് ഈ മാവിന് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ചോദിച്ചപ്പോൾ മാമൻ പറഞ്ഞതിന് വിഷ്ണു മാമൻ്റെ എൻ്റെ അമ്മേൻ്റെ അനിയൻ്റെ സെയിം ഏജാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ ഇങ്ങനെ പറയുണ്ടായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈമിൽ കറ്റാർവാഴയൊന്നും ഇല്ലായിരുന്നു. കറ്റാർവാഴയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ഇന്നലെ വരെ അമ്മച്ചൻ ചീത്ത പറയുന്നത് ഇവിടെ ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇന്ന് ഞങ്ങൾ മൊത്തത്തിൽ അടച്ചു പൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇത് അമ്മയമ്മേൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ഗസ്റ്റ് ആയതുകൊണ്ട് അമ്മമ്മയ്ക്ക് ഇതിനെ പേടിയില്ല. ഞാൻ ഇതെപ്പോഴും ബാക്കിൽ വിറകടിക്ക് വെക്കുന്നിടത്ത് വന്ന് കിടക്കുന്ന അമ്മമ്മ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ആളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണല്ലോ പാമ്പിനെ കാണുമ്പോൾ. അത്യാവശ്യം നല്ല നീട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കോഴി 2 മുട്ടയ്ക്ക് കുറേ കാലമായി അടയിരിക്കുന്നു എന്ന് അമ്മമ്മ പറയുന്നുണ്ട്. ഇതുവരെ വിരിഞ്ഞിട്ടില്ലാന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അടുപ്പിൽ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയൊക്കെ വിചാരിച്ചപ്പോൾ ഒന്നരാടം ഇവിടെ തുടയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ തുടച്ചതുകൊണ്ട് ഇന്ന് നമ്മൾ തുടക്കിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാൻ വിചാരിച്ച് കഴിഞ്ഞ ദിവസം സപ്പോർട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ചോറ് ചെമ്മീൻ കറിയൊക്കെ കൂട്ടി കഴിച്ച്. ചെമ്മീൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്ത് തന്നെ മൂത്താറ് തൊടി പറഞ്ഞിട്ടൊരു തൊടിയുണ്ട്, അവിടേക്ക് പോയി നിറച്ചും മാങ്ങയുണ്ട്. ഈ മാവിൽ എല്ലാ വർഷവും ഉണ്ടാവലുണ്ട്. പുളിയില്ലാത്ത മാങ്ങ കേട്ടോ, അധികം എന്നാൽ പഴുത്ത് കിട്ടുമില്ല അങ്ങനെ. പിന്നെ ഞാനും അമ്മമ്മയും കൂടെ ജസ്റ്റ് പറമ്പൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. അവിടെ നിന്ന് എനിക്കൊരു മാമ്പഴം കിട്ടി, അത് നല്ലതാണെന്നാണ് അമ്മമ്മ പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം അടുപ്പിലുണ്ടാക്കുക. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറ് വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പിൽ. പിന്നെ ദോശയും ഇവിടെ എന്നും ഉള്ളതാണ്. പിന്നെ അമ്മച്ചൻ ചെറിയമ്മ അടുത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് എണ്ണ പലഹാരം കൂടെ കൊടുന്നു.